നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഭിമാനത്തിന്റെ കൊടുമുടിയിലാണ് കേരളം. മോഹൻലാൽ എന്ന നടന വിസ്മയം നമ്മെ വീണ്ടും വിസ്മയിപ്പിക്കുകയാണ്. ഇന്ത്യൻ സിനിമയെ തന്നെ വിസ്മയിപ്പിക്കുകയാണ്. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന്. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം മോഹൻലാൽ കരസ്ഥമാക്കിയിരിക്കുകയാണ്. നമ്മളെപ്പോഴും മലയാളികൾ പറയാറുണ്ട്, ലാലേട്ടന്റെ ആ ചരിഞ്ഞ തോളിലാണ് മലയാള സിനിമയെന്ന്. ഇപ്പോൾ ഇന്ത്യൻ സിനിമയുടെ തോളും ഒന്ന് ചരിഞ്ഞിരിക്കുന്നോ എന്ന് നമുക്ക് അഭിമാനത്തോടെ ചോദിക്കാം. വലിയ ഒരു നേട്ടങ്ങളുടെ കൊടുമുടിയിലാണ് അദ്ദേഹം ഇപ്പോൾ. ഓരോ മലയാളിക്കും, സിനിമാ പ്രേമികളായ ഓരോ മലയാളിക്കും ഇത് അഭിമാനം തന്നെയാണ്. 2023 പരമോന്നത പുരസ്കാരമാണ് നടന് ലഭിച്ചിരിക്കുന്നത്. തലമുറകളെ പ്രചോദിപ്പിക്കുന്ന സിനിമാ യാത്രയാണ് മോഹൻലാലിൻ്റെതെന്നാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം വിശേഷിപ്പിച്ചിരിക്കുന്നത്. 2025 സെപ്റ്റംബർ 23 നടക്കുന്ന 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് മോഹൻലാലിന് അവാർഡ് സമ്മാനിക്കും. മലയാളത്തിന് ലഭിക്കുന്ന രണ്ടാമത്തെ ഫാൽക്കെ പുരസ്കാരമാണിത്. 2004 അടൂർ ഗോപാലകൃഷ്ണന് പുരസ്കാരം ലഭിച്ചിരുന്നു. 2019 രജനികാന്തിനും പുരസ്കാരം ലഭിച്ചു. 2004 ശേഷം ആ ഒരു നേട്ടം ലാലേട്ടനിലൂടെയാണ് മലയാളത്തിന് കരസ്ഥമായിരിക്കുന്നത്. ഇതിൽ പരം അഭിമാനം മറ്റെന്താണുള്ളത്? മോഹൻലാലിന്റെ ശ്രദ്ധേയമായ സിനിമാ യാത്ര തലമുറകളെ പ്രചോദിപ്പിക്കുന്ന ഒന്നാണ്. നടൻ, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിൽ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ ഐതിഹാസിക സംഭാവനകൾക്ക് അദ്ദേഹം ആദരിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ സമാനതകളില്ലാത്ത കഴിവും വൈദഗ്ധ്യവും നിരന്തരമായ കഠിനാധ്വാനവും ഇന്ത്യൻ ചരിത്രത്തിന് തന്നെ സുവർണ നേട്ടമാണെന്നാണ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. 75ാമത് ഫാൽക്കെ പുരസ്കാരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിരവധി പേരാണ് മലയാളത്തിന്റെ പ്രിയ താരത്തിന് ആശംസകൾ അറിയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. മോഹൻലാലിന്റെ നേട്ടം മലയാള സിനിമയുടെ അഭിമാന നിമിഷമെന്നാണ് സംവിധായകൻ കമൽ പറഞ്ഞത്. മോഹൻലാലിനെ ഒരു താരമായി മാത്രം കാണാനാകില്ലെന്നും ലോക സിനിമ കണ്ട മികച്ച നടന്മാരിലൊരാളാണ് അദ്ദേഹമെന്നും കമൽ പ്രതികരിച്ചു. മലയാള സിനിമാ മേഖലയിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് നടൻ മോഹൻലാൽ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിൽ വില്ലനായി എത്തി പിന്നീട് മലയാളിയുടെ മനസ്സ് കവർന്ന നായകനായി, നമ്മുടെ എല്ലാം ഏട്ടനായി മാറി. മലയാള സിനിമയുടെ നെടുംതൂണായി മാറിയ മോഹൻലാൽ ഇതിനകം സമ്മാനിച്ചത് മറ്റാരാലും പകർന്നാടാനാകാത്ത ഒട്ടനവധി സിനിമകളും കഥാപാത്രങ്ങളുമാണ്. അദ്ദേഹത്തിന്റെ അഭിനയ മുഹൂർത്തങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള എത്രയോ ചിത്രങ്ങളുണ്ട്, നമ്മളെ വിസ്മയിപ്പിച്ച എത്രയോ ചിത്രങ്ങൾ. അഭിനേതാവിന് പുറമെ പിന്നണി ഗായകനായും നിർമ്മാതാവായും മോഹൻലാൽ തിളങ്ങി. 2 മികച്ച നടനടക്കം 5 ദേശീയ പുരസ്കാരങ്ങൾ നേരത്തെ മോഹൻലാലിനെ തേടിയെത്തിയിട്ടുണ്ട്. 2001 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചിരുന്നു. 2019 പത്മഭൂഷണം നൽകി ആദരിച്ചു. ഇത് മാത്രമോ, ലഫ്റ്റനന്റ് കേണൽ പദവിയും അദ്ദേഹത്തെ തേടി എത്തി. അത്രത്തോളം എല്ലാ മേഖലകളിലും മികച്ച സാന്നിധ്യവും കൈവച്ചെടുത്തെല്ലാം മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനും കഴിഞ്ഞിട്ടുള്ള ആളാണ് മോഹൻലാൽ. മോഹൻലാൽ എന്നതിനപ്പുറം ഏട്ടൻ എന്ന് വിളിക്കുന്നതാണ് ഓരോ മലയാളിക്കും സന്തോഷം. ലാലേട്ടന് 1000 ആശംസകൾ നേരുകയാണ്. ഇനിയും ഒരുപാട് വിസ്മയിപ്പിക്കാനുള്ളതാണ്. ഇന്ത്യൻ സിനിമയെ, ലോക സിനിമയെ തന്നെ ഞെട്ടിക്കാനുള്ളതാണ്. തുടർന്ന് അദ്ദേഹത്തിന്റെ സിനിമകൾ പരാജയപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. അന്നൊക്കെ ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹം നേരിട്ടിരുന്നു. കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള എത്രയോ വിമർശനങ്ങൾ പല കാരണങ്ങളാലും അദ്ദേഹം നേരിട്ടു. എന്നാൽ അതിനെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹം ഓരോ ചിത്രങ്ങളിലൂടെയും നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതുകൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത്, ഒരു നടൻ എന്ന നിലയിൽ ഒരുപാട് കൊടുമുടിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്, ഏറ്റവും വലിയ ഉന്നതിയിലാണ് നിൽക്കുന്നത്. അപ്പോഴും ഞാൻ ഇപ്പോഴും വെറുമൊരു നടൻ മാത്രമാണ് എന്നാണ് അദ്ദേഹം എപ്പോഴും പറയാറുള്ളത്. അദ്ദേഹത്തിന്റെ ആ ലാളിത്യത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. മോഹൻലാലിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ് ഋതുമർമരങ്ങൾ. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ പരിഷ്കരിച്ച പതിപ്പിൽ നിന്ന് ഒരു അധ്യായം ഇപ്പോൾ ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട്. അതിനകത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, വീണ്ടും നമ്മെ ഞെട്ടിക്കുകയാണ്. ഇത്രയും വലിയ ഒരു സൗഭാഗ്യങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോഴും എത്ര ചെറിയ ഒരു മനുഷ്യനെ പോലെയാണ് അദ്ദേഹം പെരുമാറുന്നത് എന്നുള്ളത് നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: 17ാം വയസ്സിൽ അഭിനയ രംഗത്ത് വന്നയാളാണ് ഞാൻ. ഒരുപാട് വേഷങ്ങൾ കെട്ടിയാടി. സ്വപ്നത്തിൽ പോലും കാണാത്ത ഭാവങ്ങളിലേക്ക് കൂടുവിട്ട് കൂടുമാറി. പുരസ്കാരങ്ങൾ പലതും വന്നു. ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായി.
പരസഹസ്രം അനുഭവങ്ങളിലൂടെ കടന്നുപോയി. ഇപ്പോഴും വേഷങ്ങളിൽ നിന്ന് വേഷങ്ങളിലേക്ക് യാത്ര തുടരുന്നു. അപ്പോഴും എനിക്ക് പൂർണ്ണമായി തീർപ്പില്ലാത്ത ഒരു കാര്യമുണ്ട്. അഭിനയം തന്നെയാണോ എൻ്റെ മേഖല? എനിക്കത് ശരിയായി ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. അഭിനയത്തെപ്പറ്റി നാളിതുവരെയായി നിരവധി ചോദ്യങ്ങൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇരുവർ എന്ന സിനിമയിൽ MGR ആയി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയ ശരീരത്തിലേക്ക് ലാൽ ഒരു പകർനാട്ടം നടത്തുകയായിരുന്നോ എന്ന് എപ്പോഴും നിരീക്ഷകർ ചോദിക്കാറുണ്ട്. കഥാപാത്രങ്ങളുടെ തന്മയി ഭാവത്തെപ്പറ്റി ചോദിക്കാറുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് കൃത്യമായ ഉത്തരം പറയാൻ സാധിക്കാറില്ല. വേർതിരിച്ച് വിശദീകരിക്കാനും അറിയില്ല. MGRനെ ഒരു തവണ മാത്രമേ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ. ഐത്തം എന്ന സിനിമയുടെ പൂജാ സമയത്ത് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. തിളങ്ങുന്ന ഒരു മനുഷ്യൻ, വലിയ മാനങ്ങളുള്ള ഒരു റോളാണ് ഞാൻ ചെയ്യുന്നത് എന്ന ബോധ്യം ഇരുവറിൽ അഭിനയിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതകത്ത് കിടന്ന് എന്തൊക്കെയോ രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടാകണം. ജീവിതത്തെയും വ്യക്തികളെയും നിരീക്ഷിക്കാറുണ്ട് എന്ന് പല നടന്മാരും പറഞ്ഞു കേൾക്കാറുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അങ്ങനെയൊന്നും ഹോംവർക്ക് ചെയ്ത് എനിക്ക് അഭിനയിക്കാൻ സാധിക്കില്ല. തന്മാത്ര കണ്ടിട്ട് പലരും ചോദിച്ചു, അൾസൈമേഴ്സ് രോഗിയെ നിരീക്ഷിച്ചിരുന്നോ എന്ന്. അങ്ങനെ സാങ്കേതികമായി പഠിച്ചുറപ്പിച്ച് അഭിനയിക്കാൻ സാധിക്കുന്നവരുണ്ടാകാം. എനിക്ക് ഇന്നേ വരെ അങ്ങനെ സാധിച്ചിട്ടില്ല. എൻ്റെ ഉള്ളിൽ കഥാപാത്രത്തിൻ്റെ ഒരു മൂടും പശ്ചാത്തലവും മാത്രമേ ഉണ്ടാകാറുള്ളൂ, അതും അവ്യക്തമായിട്ട്. പിന്നെ എല്ലാം എന്തോ ഭാഗ്യത്തിനങ്ങ് സംഭവിക്കുന്നു. ഒന്നിൻ്റെയും വ്യാകരണങ്ങൾ അറിയാത്ത ഒരാളാണ് ഞാൻ. ഏതൊക്കെയോ സുഹൃതങ്ങൾ കൊണ്ട് എല്ലാം നടന്നു പോകുന്നു എന്ന് കരുതുന്നവൻ. ഒരു നടൻ എന്ന നിലയിൽ സ്നേഹിക്കപ്പെടുന്നതിനൊപ്പം ഏറെ വിമർശിക്കപ്പെടുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കാമ്പുള്ള വിമർശനങ്ങളെ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കാറുണ്ട്. അവയെ അംഗീകരിക്കുകയും സ്വയം തിരുത്തുകയും ചെയ്യാറുണ്ട്. എല്ലാം ഒരു സൗഭാഗ്യം കൊണ്ട് വന്നു ചേരുന്നതാണ് എന്നാണ് ഇപ്പോഴും അദ്ദേഹം പറയുന്നത്. അല്ലാതെ തൻ്റെ കഴിവിനെ എവിടെയും അദ്ദേഹം ഓവറായിട്ട് പൊലിപ്പിച്ച് കാണിക്കാൻ ശ്രമിക്കാറില്ല. എത്രത്തോളം ലാളിത്യത്തോടെയാണ് ഈ മനുഷ്യൻ സംസാരിക്കുന്നത്. ഈ മനുഷ്യൻ എങ്ങനെ ഈ രീതിയിൽ പെരുമാറാൻ കഴിയുന്നു? അത്ഭുതമാണ് മോഹൻലാൽ. ഇനിയും ഒരുപാട് സൗഭാഗ്യങ്ങൾ തേടിയെത്തട്ടെ. മലയാളത്തിൻ്റെ ലാലേട്ടന് ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുകയാണ്. ഇങ്ങ് കേരളത്തിൽ വന്ന് ജനിച്ചതിന്, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഏട്ടനായതിന് ഒരുപാട് നന്ദി പറയുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.